സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന ചാപ്റ്റേഴ്സിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. വീഡിയോ കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എജു പാർട്ണർ എന്ന ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രേഡർ ഹാസ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്, ബട്ട് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് യു ആർ റിക്വയർഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31st December ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹിസ് അഫയേഴ്സ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ഒരു വ്യക്തി, ഒരു ട്രേഡർ, അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. താഴെ പറയുന്ന ഇൻഫോർമേഷൻസിനെ വെച്ചുകൊണ്ട് അവൻ്റെ ആ വർഷത്തെ പ്രോഫിറ്റോ ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് കണ്ടെത്തണം. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ ദാറ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് രണ്ട് ഡേറ്റിലെ, അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ അതേപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റും ലയബിലിറ്റീസും നൽകിയിട്ടുണ്ട്. ഓരോന്ന് നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, അങ്ങനെ ഓരോന്ന് നൽകിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിംഗ് ദ ഇയർ the trader has withdrawn rupees 2000 per month to meet his family obligation. Full stop. Depreciate plant and machinery at 10% on average basis and furniture and fixtures 5%. As regard debtors, it is ascertained that 1000 are irrecoverable and a provision of 2% is to be created on sundry debtors. എന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വർഷത്തിൻ്റെ ഇടയ്ക്ക് 2000 രൂപ ഡ്രോയിങ്സ് ആയിട്ട്, ഫാമിലി ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ അയാളുടെ പേഴ്സണൽ പർപ്പസാണ്, ഡ്രോയിങ്സ് ആയിട്ട് 2000 രൂപ പെർ മന്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി 10% എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫർണിച്ചർ 5% എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, 1000 രൂപ ഇറിക്കവറബിൾ ആണ്, തിരിച്ച് കിട്ടില്ല. അതോടൊപ്പം തന്നെ അതിന് പുറമെ എന്ത് ചെയ്തിട്ടുണ്ട്, 2% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറ്റി വെക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതേപോലെ തന്നെ അയാളുടെ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, തയ്യാറാണ്. അസറ്റിനെയും ലയബിലിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആദ്യം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടെത്തണം, അത് നൽകിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നുള്ള അസറ്റും ലയബിലിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 31st December 2018 എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിലുള്ള അതേ ഐറ്റം തന്നെയായിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള നമ്മുടെ അസറ്റും ലയബിലിറ്റീസും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റിലുള്ള നമുക്ക് അസറ്റും ലയബിലിറ്റീസും ഏതൊക്കെയാണ് നോക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് 31st December 2018 എന്ന് പറയുമ്പോൾ അത് എന്തിനു തുല്യം തന്നെയാണ്, 1st January 2019. ക്യാഷ് ഇൻ ഹാൻഡ് അപ്പോഴത്തെ എത്ര ഉണ്ട്, 700. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് ക്യാഷ് അറ്റ് ബാങ്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും, 2500 ഉണ്ട്. പിന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ്, അടുത്ത സെറ്റ് ഏതാണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്, കറണ്ട് സെറ്റാണ്. അത് എത്ര ഉണ്ടായിരുന്നു, 25,000. അടുത്തത് സൺട്രി ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ട്, 30,000. ദെൻ
പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ, അസറ്റ് നോക്കാം നമുക്ക് ആദ്യം. പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000 ഉണ്ട്, അത് കാണിച്ചു. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അത് 30,000 ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ആ സമയത്ത് 31 ഡിസംബർ 2018 വേറെ അസറ്റുകളൊന്നുമില്ല. ഇനി ലയബിലിറ്റീസ് നോക്കാം. ഒരൊറ്റ ലയബിലിറ്റി ഉള്ളൂ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രമാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ്. എത്ര രൂപ ഉണ്ട്? 15,000. നമുക്കറിയാം നമ്മുടെ ബാലൻസ് ഷീറ്റ് എപ്പോഴും എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം, ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അസറ്റിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അസറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക നോക്കണം, 1,68,200. അത് തന്നെയായിരിക്കും നമ്മുടെ ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, 1,68,200. ഓക്കെ, ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡ് എന്തായിട്ടില്ല, ബാലൻസ് ഷീറ്റ് ടോട്ടലിന് ഈക്വൽ ആയിട്ടില്ല. അപ്പോൾ ഇവ തമ്മിലുള്ള ആ വ്യത്യാസമാണ് നമുക്ക് എന്തായിട്ട് പറയാൻ സാധിക്കുക, ക്യാപിറ്റൽ. കാരണം ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലും ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം, നമ്മുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടണം. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസ് ആണ് നമ്മളിവിടെ എന്തായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്യാപിറ്റലായിട്ട്. അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കണം. നമുക്ക് 1,68,200 നിന്ന് 15,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക, 1,53,200. ഇതിനെയാണ് നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് പറയാനായിട്ട് സാധിക്കുക. BBF എന്ന് കൊടുക്കണം, ബാലൻസിങ് ഫിഗർ. നമ്മൾ ആ ബാലൻസ് കണ്ടെത്തിയതാണ്. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31 ഡിസംബർ 2019 നമുക്ക് എന്ത് ചെയ്യണം, തയ്യാറാക്കണം. ടു ഫൈൻഡ് ഔട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ. എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഐറ്റംസിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് 31 ഡിസംബറിലെ നമ്മുടെ അസറ്റും ലയബിലിറ്റീസും. അപ്പോൾ നേരെ എടുത്ത് എഴുതിയാൽ മതി. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, അതേപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സും. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും നമ്മുടെ ആൻസറായിട്ട് ലഭിക്കുക. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1,86,850 രൂപയാണ് നമുക്ക് എന്തായിട്ട് ലഭിച്ചിട്ടുള്ളത്, ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31 ഡിസംബർ 2019 ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ അവിടെ എടുക്കാൻ പാടില്ല. ആ ഡേറ്റിന് നൽകിയിട്ടുള്ള അസറ്റും ലയബിലിറ്റീസിനെയും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം ഇത് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ത് മാത്രമാണ്, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിൻ്റെ പ്രൊഫോമയൊക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഇതിപ്പോൾ ബാലൻസ് ഷീറ്റിന് തുല്യമാണെങ്കിൽ പോലും ഇവിടെ ഇതിൻ്റെ ലക്ഷ്യം ക്ലോസിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലോ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഈ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഇനി അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ തയ്യാറാക്കുക. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെ ഡ്രോയിങ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ഇനി അതിനെ വെച്ചുകൊണ്ട് എന്ത് തയ്യാറാക്കണം, നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്തണം. ദെൻ നമുക്ക് എന്ത് തയ്യാറാക്കണം, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2019. ഈ ഡേറ്റിലെ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്തണം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എങ്ങനെ നോക്കാം, അപ്പോൾ ആദ്യം നമുക്കറിയാം നമ്മൾ 2 ഡേറ്റിലുള്ള
ക്യാപിറ്റലിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് തയ്യാറാക്കാൻ സാധിക്കുക, ആ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ 2 ഡേറ്റിലുള്ള പ്രോഫിറ്റ് നമുക്കറിയാം, നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കറിയാം. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് വേണ്ടത് പിന്നെ ഉള്ളത് അഡീഷണൽ ക്യാപിറ്റലാണ്. അത് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കാതിരുന്നാൽ മതി, ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വേറെന്താണ്, അതിനെ വെച്ചുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഡിപ്രീസിയേഷനായിട്ടോ മറ്റെന്തെങ്കിലും ബാഡ് ഡെപ്റ്റോ പ്രൊവിഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി കുറച്ചാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ചെയ്തു നോക്കാം. അപ്പോൾ ക്ലോസിങ് ക്യാപിറ്റൽ അല്ലേ, നമ്മളെങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയതിലൂടെ നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കാണിക്കുക, 1,86,850, 1,86,850. ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം നമുക്കറിയാം, ഫോമിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡ്രോയിങ്സ് അല്ലേ, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഡ്രോയിങ്സ് മന്തിലാണ് നൽകിയതെങ്കിൽ അതിന് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2,000 രൂപ പെർ മന്താണ്, അപ്പോൾ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 24,000 കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 2,10,880. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ എന്ത് മാത്രം ലെസ് ചെയ്താൽ മതി, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയതിലൂടെ നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കിട്ടിയിട്ടുണ്ട്, അത് ലെസ് ചെയ്യണം, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ അത് ലെസ് ചെയ്യുമ്പോൾ 1,53,200 ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലേ, ഗ്രോസ് പ്രോഫിറ്റ്. അതെത്രയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ്, 57,650. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്തിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആറ്റ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 5%. ദെൻ ആസ് റിഗാർഡ് ഡെപ്റ്റേഴ്സ് ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് 1,000 ആർ ഇർറിക്കവറബിൾ ആൻഡ് എ പ്രൊവിഷൻ ഓഫ് 2% ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ്. അതായത് ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 1,000 രൂപ ഇർറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നാണ് അർത്ഥമാക്കേണ്ടത്, അത് ബാഡ് ഡെപ്റ്റാണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ 2% എന്തും മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രൊവിഷനും മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ലെസ് എന്തൊക്കെ കൊടുക്കണം, ഡിപ്രീസിയേഷൻ അല്ലേ, ഡിപ്രീസിയേഷൻ കൊടുക്കണം. എന്തിൻ്റെയൊക്കെ ഡിപ്രീസിയേഷൻ ആയിരുന്നു കൊടുക്കേണ്ടത്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 10% ആയിരുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുക 9,000. ദെൻ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 5% ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂവിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുക, 1,375. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാഡ് ഡെപ്റ്റ്, നിലവിലുള്ള ഡെപ്റ്റേഴ്സിൻ്റെ 1,000 രൂപ ഇറിക്കവറബിളാണ്, അതെത്രയാണ്, 1,000 രൂപ ബാഡ് ഡെപ്റ്റാണ്. ദെൻ പ്രൊവിഷനും ഉണ്ട്, 2% പ്രൊവിഷനും മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 31 ഡിസംബർ 2019 ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 40,000 ആണ്. അതിൽ ഓൾറെഡി 1,000 രൂപ ബാഡ് ഡെപ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവുക, 39,000. അതിൻ്റെ 2% എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ 2% നമുക്ക് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ലഭിക്കുക, 780 നമുക്ക് എന്ത് ലഭിക്കുക, പ്രൊവിഷൻ ലഭിക്കുക. ഇനി ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഏതിൽ നിന്ന്, നമ്മുടെ 57,000 ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, അതിൽ നിന്ന് ആ 4 കാര്യങ്ങൾ ലെസ് ചെയ്താൽ നമുക്ക്
5495 നമ്മുടെ എന്തെന്ന് പറയാൻ സാധിക്കുക, നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തും കിട്ടിക്കഴിഞ്ഞു, പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നോക്കുക, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഡ്രോയിങ്സ് ആഡ് ചെയ്തു, ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്തു, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ദെൻ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു, ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്തു, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, വേറെ ആഡ് ചെയ്യാനൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കണം. എന്ത് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടെത്താം? അത് നമ്മുടെ 31 ഡിസംബർ 2019 ഇൻഫോർമേഷൻസിനെ വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അത് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ആ ഡേറ്റിലൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെ ഇൻഫോർമേഷൻസ് തന്നെയാണ് കൂടുതലായിട്ട് വരിക. പിന്നെ ഇവിടെ എന്തുകൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് തയ്യാറാക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് 850 ആയിരുന്നു, ക്യാഷ് അറ്റ് ബാങ്ക് 3000, അതേപോലെ തന്നെ സ്റ്റോക്ക് പെട്ടെന്ന് എഴുതി പോവാണ്, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, 30,000. ദെൻ ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഡെപ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് അല്ലേ. ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് കുറക്കണം. ബാഡ് ഡെപ്റ്റ് എത്രയായിരുന്നു? 1000 രൂപയും. അതേപോലെ തന്നെ പ്രൊവിഷൻ ഒരുമിച്ച് കുറക്കുകയാണ്, പ്രൊവിഷൻ 780. അപ്പോൾ 40,000 നിന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ചു, ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും. 38,220, അത് രണ്ടും കൂടി കൊടുക്കുമ്പോൾ നമുക്കതാണ് ലഭിക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി അതും ഇന്നർ കോളത്തിൽ തന്നെ എഴുതുക, കാരണം അതിൽ നിന്ന് എന്ത് കൊടുക്കാനുണ്ട്, DP ഡിപ്രീസിയേഷൻ ഷോർട്ടാക്കി എഴുതാണ് DP എന്ന് പറയുന്നത്. 9,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 91,000. അതേപോലെ തന്നെ അടുത്ത എന്തായിരുന്നു? ഫർണിച്ചർ, അതിനും ഡിപ്രീസിയേഷൻ ഉണ്ട്. ഫർണിച്ചർ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 25,000 ഫർണിച്ചർ ലെസ് DP ഓർക്കുമ്പോൾ 1375. അപ്പോൾ നമുക്ക് കിട്ടുക 23,625. ഇനി ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ് വരിക നോക്കാം. ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റർ എത്ര ഉണ്ട്? 12,000. ഇതൊക്കെ 31 ഡിസംബർ 2019 ഇൻഫോർമേഷനാണ്. ഇനി ക്യാപിറ്റൽ എടുക്കുമ്പോൾ നമ്മൾ ആ ക്ലോസിംഗ് ക്യാപിറ്റൽ നേരെ അതിൽ എഴുതല്ല വേണ്ടത്, നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ്. നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് എടുക്കുക, 1,53,200 നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന എന്ത് ആഡ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 45,495. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,98,695 കിട്ടി. ലെസ് ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. 24,000. അപ്പോൾ എത്ര കിട്ടി? 1,74,695. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കില്ല? നമ്മൾ ആ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയിരുന്നു. അതേ എമൗണ്ട് അല്ല ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുക, കാരണം അവിടെ ഡ്രോയിങ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാത്ത ക്ലോസിംഗ് ക്യാപിറ്റലായിരുന്നു. ദെൻ ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,86,695. 1,86,695. അത് തന്നെയാണ് അപ്പുറത്ത് നോക്കുക, ഓരോന്ന് ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക, നമുക്ക് ലഭിക്കുക എത്ര തന്നെയായിരിക്കും? 1,86,695 തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ 4 അക്കൗണ്ടാണ് തയ്യാറാക്കിയത്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡ് 31 ഡിസംബർ 2019, അതേപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഇത് 4 കണ്ടെത്തിയത് ഓപ്പണിംഗ് ക്യാപിറ്റൽ നൽകിയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് തയ്യാറാക്കിയത്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയത് ക്ലോസിംഗ് ക്യാപിറ്റൽ അറിയാത്തത് കൊണ്ടാണ്.
നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് 2 സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്ന് ഈ ലാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ക്യാപ്പിലും ക്ലോസിംഗ് ക്യാപ്പിലും അറിയില്ലെങ്കിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമ്മൾ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള കൺവേർഷൻ മെത്തേഡിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ.